ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശു തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഉത്ഥാനത്തിന് ശേഷം തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ചിത്രം. നമുക്കറിയാം, യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പല രീതിയിലാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. യേശുവിനെ കാണുവാൻ വേണ്ടി അതിരാവിലെ കല്ലറയിങ്കിലേക്ക് ഓടിയ സ്ത്രീകൾ കാണുന്നത് മാലാഖയെയാണ്. മാലാഖ അവരോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു. വീണ്ടും മഗ്ദലേന മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുന്നത് ഒരു തോട്ടക്കാരനായിട്ടാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെടുന്നത് ഒരു സഹയാത്രികനായിട്ടാണ്. പക്ഷെ ഇവർക്കാർക്കും യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം യേശു അവർക്ക് തന്നെ വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് തിരിച്ചു വന്ന് ബാക്കിയുള്ള ശിഷ്യന്മാരോട് തങ്ങൾ കണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ആശ്ചര്യപ്പെടുകയാണ്. തങ്ങളുടെ ഗുരുവിനെ അവർ കണ്ടു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാര് ആകാംക്ഷയോടെ കേട്ടിരിക്കുകയാണ്. അവർ ആശ്ചര്യപ്പെടുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് യേശു അവരുടെ മുൻപിൽ പ്രത്യക്ഷനാകുന്നത്. പക്ഷെ ഇങ്ങനെ പ്രത്യക്ഷനാകുന്ന യേശുവിനെയും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവർ ഭയന്ന് വിറച്ച് പറയുകയാണ്, ഇത് ഭൂതമാണ് എന്ന് വിചാരിച്ച് അവർ നിലവിളിക്കുകയാണ്. യേശു അവർക്ക് സമാധാനം നൽകുന്നു. തുടർന്ന് തൻ്റെ കൈകളും കാലുകളുമെല്ലാം ശിഷ്യന്മാരെ കാണിക്കുന്നു, അവരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട്. അവരുടെ മുൻപിൽ വെച്ച് അവരോട് കൂടെ അവൻ ഭക്ഷിക്കുന്നു. അങ്ങനെ തന്നെ വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് യേശു ബാക്കിയുള്ളവർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൈകളും കാലുകളും ഒന്നും കാണിക്കാതിരുന്നത്? എന്തുകൊണ്ട് സ്വയം തന്നെ അവൻ വെളിപ്പെടുത്തിയില്ല? യേശു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വലിയ ദൗത്യം നിറവേറ്റുവാൻ വേണ്ടിയാണ്. അത് തൻ്റെ ശിഷ്യന്മാരിലൂടെ മാത്രമേ ആ ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് മറ്റുള്ളവരിലൂടെ ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് യേശു അവർക്ക് വെളിപ്പെടുത്താതെ തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ആ ദൗത്യം? യേശു നൽകുന്ന ദൗത്യം എന്താണ്? ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 47 ഇപ്രകാരം പറയുന്നു, പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇതാണ് ആ ദൗത്യം. അതിനുവേണ്ടിയാണ് തൻ്റെ ശിഷ്യന്മാരെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടി തന്നെയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് യേശു തന്നെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിനെന്ന്. തുടർന്ന് 45-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. യേശു അവരോട് പറയുന്നു, പ്രവാചകന്മാരിലും മോശയുടെ നിയമത്തിലും സങ്കീർത്തനങ്ങളിലുമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് അവൻ ശിഷ്യന്മാരോട് പറയുകയാണ്. നമുക്കറിയാം, ഈ പഴയ നിയമ ചരിത്രവും പുതിയ നിയമ ചരിത്രവും തമ്മിൽ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ ബന്ധമൊന്നും തോന്നാറില്ല. പക്ഷേ പഴയ നിയമ ചരിത്രത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരെ അനുഗ്രഹിക്കുന്നു, തന്നെ വെളിപ്പെടുത്തി. പക്ഷെ യേശു ഒരിക്കലും അവരോട് പറയുന്നില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി പോകുവിൻ എന്ന് യേശു അവരോട് പറയുന്നില്ല. യേശു അവരോട് പറയുന്നത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ തുടരുവിനെന്ന്.
ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ തുടരുവിനെന്ന്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ശക്തി? ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി എന്താണ്? യേശു അവരോട് കൂടെ ഉണ്ടല്ലോ. അതിനേക്കാൾ ഉപരിയായിട്ട് ഇനി അവർക്ക് എന്ത് ശക്തിയാണ് വേണ്ടത്? ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അത് യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഇതുവരെയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ തുടരുവിൻ എന്ന് യേശു അവരോട് പറയുന്നു. കാരണം എന്താണ്? ഈ പരിശുദ്ധാത്മാവിനെ അവരുടെ ജീവിതത്തിലേക്ക് നൽകണമെങ്കിൽ അവർക്ക് ഒരുക്കം ആവശ്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരുവന്റെ ജീവിതത്തിലേക്ക് ലഭിക്കണമെങ്കിൽ, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കണമെങ്കിൽ അവന് ഒരുക്കമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ തുടരുവിനെന്ന്. പെന്തക്കോസ്താ ദിനത്തിലാണ് പരിശുദ്ധ അമ്മയോട് കൂടെ ശിഷ്യന്മാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീനാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ ശക്തി പ്രാപിക്കുകയും പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കുവാനായി അവർ പോവുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിന് വേണ്ടി എങ്ങനെയാണ് ഇതുവരെയും സാക്ഷ്യം നൽകിയിരിക്കുന്നത്? എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ഞാൻ ഉജ്ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുന്നത്? ഈ ഒരു ചിന്ത സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിർവീര്യമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണിത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിർവീര്യമാണെങ്കിൽ, എനിക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ നിർവീര്യമാണെങ്കിൽ എനിക്ക് എങ്ങനെ യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി കഴിയും? വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു, നീയും ഒരുങ്ങുക. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ ഒരുങ്ങണം. ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക. ഇങ്ങനെയാണ് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും ജ്വലിപ്പിക്കേണ്ടത് എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. നല്ലൊരു വാഹനം, പക്ഷെ അതിൽ ഇന്ധനമില്ല എങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിർവീര്യമാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ കഴിയും. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയും. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയായി മാറുവാൻ നമുക്ക് കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, അവന് സാക്ഷി നൽകുവാൻ നമുക്കൊരിക്കലും കഴിയുകയില്ല. ആർക്കും ഒരു ഉപകാരവുമില്ല, ഉപദ്രവവുമില്ലാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിന്നിലുള്ള പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിച്ചേ മതിയാകൂ. സ്നേഹമുള്ളവരെ, സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഒരു സാധാരണ വ്യക്തിയാകുവാനുള്ള വിളിയല്ല, മറിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന നല്ല വ്യക്തിയായി മാറുവാനുള്ള ഒരു വിളിയാണ്. അതുകൊണ്ട് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന നല്ല വ്യക്തികളായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. അതിനുള്ള കൃപ യേശു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.